ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ ഐറ്റം നമ്മുടെ ബേസിൽ ജോസഫ് ഹിറ്റാക്കിയ പ്രോൺസ് നിർവ്വാണയാണ്. അപ്പം ഞാനൊരു 1/2 കിലോ പ്രോൺസ് നല്ല രീതിയിൽ കഴുകി അതിൻ്റെ 2 സൈഡിലത്തെ നാരൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിർവ്വാണയുടെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സീൻ്റെ ജാറിൽ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മല്ലിയില അത്യാവശ്യം അധികം ഞാൻ മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, നമ്മൾ ഈ ഗൾഫിലൊക്കെ കറിവേപ്പില ഇങ്ങനെ കഴുകി ടിഷ്യൂവിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുറേ നേരം നിൽക്കും. അപ്പോൾ ആ ഒരു കറിവേപ്പില നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഇടുന്നതിനെക്കാട്ടിലും ഇങ്ങനെ കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ കുറച്ച്, അതായത് നമ്മുടെ കളറ് മാറാൻ പാടില്ല, അപ്പോൾ കുറച്ച് ഞാൻ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പും ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇങ്ങനെയും ചേർക്കാം, അലച്ചാൽ ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് അതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ കാണുന്ന പരുവത്തിലാക്കിയെടുക്കണം. എന്നിട്ട് നമ്മളിത് പ്രോൺസിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇത് നല്ല എരിവുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഫ്രിഡ്ജിലൊരു 10 to 15 മിനിറ്റ് ഫ്രീസറിൽ ഒന്ന് തണുക്കാൻ വെക്കണം. അപ്പോൾ നന്നായി മസാലയൊക്കെ ഇതിൽ നല്ല രീതിയിൽ പിടിച്ച് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണം. ഓക്കെ. എന്നിട്ട് അതിന് ശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 3-4 സ്പൂൺ മതിയാവും, കാരണം നമ്മൾ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. എന്നിട്ട് പാൻ നന്നായി ചൂടായി വരണം. അതിനുശേഷം നമ്മൾ ഈ പ്രോൺസ് അതിലോട്ട് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രോൺസ് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുമിച്ച് ഇടരുത്, വിട്ട് വിട്ട് കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ പ്രോൺസ് പാനിലോട്ട് ഇടാൻ. എന്നിട്ട് ഇത് നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞ് വരും. ആ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ സാധാ വെക്കണ പ്രോൺസ് കറീനെക്കാട്ടിലും ഇത് നല്ല ഒരു വെറൈറ്റി സാധനമാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ഫ്രൈ ആയാൽ മതി, കാരണം പ്രോൺസിൻ്റെ ഒരു കുക്കാവുന്ന ടൈം തന്നെ ഒരു 8 to 10 മിനിറ്റ് ആണ്. സോ ഏകദേശം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 2ാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിപ്പോഴും തീ കൂട്ടി വെച്ചിട്ടില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 1ാം പാലും ഒഴിച്ച് കൊടുക്കാം. 1ാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അധിക നേരം സ്റ്റൗവിൽ വെക്കാൻ പാടില്ല, കാരണം അത് പിരിയും. അപ്പം നമുക്ക് അത്യാവശ്യം നമുക്ക് ഏകദേശം ആയി എന്ന് തോന്നുമ്പോൾ നമുക്കത് മാറ്റാവുന്നതാണ്. പിന്നെ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഉപ്പ് ഇനി കുറഞ്ഞു പോയാൽ ജസ്റ്റ് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രോൺസ് നിർവ്വാണം റെഡിയാണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഞാനിവിടെ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അടിപൊളി സാധനമാണ്, കാരണം എപ്പോഴും പ്രോൺസ് കറി അല്ലെങ്കിൽ പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഇതൊരു ഡിഫറെൻറ്റ് സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ പ്രോൺസിൻ്റെ കുക്കിംഗ് ടൈമും ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.